السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. والسلام علينا وعلى عباد الله الصالحين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ വേദിയിലുള്ള ഉലമാക്കൾ, അതുപോലെ നാട്ടുനേതാക്കന്മാർ, എൻ്റെ നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുഹബ്ബത്ത് വെച്ചുകൊണ്ട് നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം മരണസമയത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽ മരണപ്പെടുന്ന ഒരു കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഈ മഹത്തായ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, വേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ എല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ചെമ്മെ വഅള് ഉറുദി ചൊല്ലോകുള്ള ഉദ്ദേശത്തിൽ നിൻ്റെതല്ല, ഇണ്ടത്തെ ഞങ്ങളെ പ്രധാനപ്പെട്ട കാര്യക്രമമല്ല മുക്തായായിട്ട് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കിട്ടുക. അൽഹംദുലില്ലാ ഞങ്ങളെ 21 പദവുള്ളൂ നങ്ങാറും വിചാരിക്കാത്ത നിലക്ക് അൽഹംദുലില്ലാ ഒരു സുന്ദരമായ ഒരു മദ്രസ ഞങ്ങളെ പിഞ്ചോമന മക്ക ഞങ്ങൾ ഔത്തുള്ളു എന്തെല്ലാം വ്യവസ്ഥ സൗകര്യമെല്ല ഞങ്ങൾ ആക്കി കൊടുത്തോണ്ടുള്ള ഒരു അവ കെട്ടുമ്പമേ ഞങ്ങൾ തീരുമാനം എടുക്കട ഒരു റൂമോ എൻ്റെ മക്കൾക്ക് കലിക്കോ വേണമായിട്ട് ആ രൂപത്തിൽ മക്കളെ ഭവിഷ്യത്തെ വലിയ ചിന്തിക്കിടെ ആൽമാറായിട്ട് ഞങ്ങളെല്ലാവരും അതെല്ലാം ഒന്ന് കണക്കെടുത്തിട്ട് 1.5 ഗಂಟೆ 2 ഗಂಟೆ പോയിട്ട് അള്ളാഹുവിടെ ദീന്, ഖുർആന്, ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കിടെ ആ മദ്രസയിൽ ഞങ്ങളെ മക്കളെ മനസ്സിന് നല്ല വിശാലത വേണു, അതൊരു ഇടുങ്ങിയ പോലെ ആവുക തീരാ എന്ന നിലക്ക് അൽഹംദുലില്ലാ ഹൈഫൈ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനാക്കുക 21 ജമാഅത്തിനക്ക് അള്ളാഹു നൽകി. അതിക്ക് സഹായിച്ച, സഹകരിച്ച, അതിന് പിന്നിൽ കഷ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. അങ്ങനെയും ഞങ്ങളെ കുടുംബങ്ങൾ, മക്ക കുഞ്ഞി കുട്ടികൾ എല്ലാവരെയും എല്ലാ ആഫത്ത്, മുസീബത്ത്, ബലാല്, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇനിയും നല്ല നല്ല കാഴ്ച, നല്ല നല്ല പുരോഗതി ഈ റായത്ത് ബൈക്കോകു ഉടുത്ത ജമാഅത്തുകാർക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് അതിലെ ഒരു ഉദ്ഘാടന തിങ്കൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കളായിട്ടിക്കിട്. ഏതായാലും റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ ഒരു ആവേശമുള്ള തിങ്കളായിട്ടിക്കിട്. അത് ചെറിയ ഒരു ആവേശം എന്തോ അല്ല. എവിടത്തോളം ആവേശം ചെന്നെങ്കിൽ എത്ര വലിയ പിരിസത്തിൽ ഇന്ന ഒരു ബാപ്പ അല്ലെങ്കിൽ എത്ര വലിയ പിരിസത്തിൽ ഇന്ന ഒരു ഉമ്മ മരണപ്പെട്ടു പോയെങ്കിലും ഈ നിലക്കുള്ള ഒരു ആഡംബര, ഈ നിലക്കുള്ള ഒരു സന്തോഷ ആ ഉമ്മയുടെ പേരില ബാപ്പയുടെ പേരില ജന്മത്തിൽ ഞങ്ങൾക്ക് പണ്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം ചൊല്ലുമ്പോഴത്തേക്കും അത് ഞങ്ങളെ കൽബിൽ വലിയ ഒരു ആവേശമായിട്ടിക്കിടും. അത് ഈമാനുടെ ഒരു ഭാഗമായിട്ടിക്കിടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെങ്കിൽ അത് റഹ്മത്തായിട്ടിക്കിട്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ ചെന്ന പലക്കായിട്ടിക്കിടി, നബിയെ നിങ്ങളെ ലോകത്തുക്ക് റഹ്മത്തായിട്ടല്ലാണ്ട് നിങ്ങളെ ഞാൻ അയച്ചിട്ടില്ല. റഹ്മത്ത് ചൊല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്തിനെ കൊണ്ടുണ്ടാ? സുബൈകും ചിക്കന്, ഉച്ചകും ചിക്കന്, ജാവും ചിക്കന്, ബീഫ്, ഇങ്ങനെയല്ല ഇന്നെങ്കിൽ ഞങ്ങളവത്തുൽ ബില്ല റഹ്മത്ത് അല്ലേ? അങ്ങനെ ഞങ്ങൾ കണക്കൂട്ടിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ. നൻ്റെ ഔത്തുള്ള ഇപ്പം റഹ്മത്ത് കുറവടി അപ്പം കൊണ്ടുണ്ടാ വേലയുടെ ദാല് അല്ലെങ്കിൽ ചട്ടിനി കുടിക്കോകു കഞ്ഞില്ലെങ്കിൽ നൻ്റെ ഔത്തുള്ളതിൽ റഹ്മത്ത് കുറവടിയായിട്ട് ബർക്കത്ത് കുറവടിയായിട്ട് ആ നിലക്കുള്ള റഹ്മത്തല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം തന്നെ റഹ്മത്ത് ചൊല്ലണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണോ, നബി തങ്ങൾക്ക് വന്നതുപോലത്തെ ഒരു പ്രയാസ ഊടെ തെച്ച ആർക്കും വന്നിട്ടില്ല. ഊടെ തെച്ച ഈ ലോകത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യക്ക് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന പ്രയാസ വന്നിട്ടില്ല. എന്തേ കൊണ്ടുണ്ടാ? മക്കത്തെ മദീനത്തെ മക്കത്തേക്ക് വരുമ്പോഴത്തേക്കു അബവാഹ് എന്ന പക്കത്തിൽ വെച്ചിട്ട് 6 വർഷത്തെ കിടാവായിട്ടിരിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ പ്രസവിക്കലേക്ക് മുന്നോളോ ഉമ്മയുടെ ഭയത്തിൽ ഗർഭയിക്കുമ്പോഴത്തേക്കു ബാപ്പ നഷ്ടപ്പെട്ടു പോയിട്ട് ജനിച്ചതിൽ പിന്നെ ബാപ്പയുടെ സുഖം ബാപ്പയുടെ സന്തോഷം കിട്ടാത്ത ഒരു മോണായിട്ടിക്കട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് മാത്രമല്ല, ഒരു 6 വർഷമാകുമ്പോ സുബ്ഹാനല്ലാഹ് ഉമ്മയുടെ സന്തോഷ, ഉമ്മയുടെ ആ ഭംഗി, ഉമ്മയുടെ എല്ലാം അനുഭവിക്കേണ്ട ഒരു സമയത്ത് അബവാഹിജന്റെ പക്കത്തിൽ വെച്ചിട്ട് ആ കുഞ്ഞിയുടെ കിടാവുടെ മടിയിൽ കിടന്നിട്ട് മൗത്തായ ഒരു വ്യക്തിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ. നിങ്ങൾ മനസ്സിലാക്കണോ, 6 വർഷത്തെ കുഞ്ഞിയുടെ കിടാവിടെ മടിയിലെ വഫാത്തായ ഉമ്മയായിട്ട് ബീബി ആമിന റളിയല്ലാഹു അൻഹാ. ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും വന്നിറാ, ഇങ്ങനത്തെ ഒരു ഘട്ടം ഞങ്ങൾക്ക് ആർക്കും വന്നിറാ. ഒരു 6 വർഷത്തില് സ്വന്തം ഉമ്മയുടെ മയ്യത്തടക്കേണ്ട ഖബറടക്കേണ്ട ഒരു പരിസ്ഥിതി വന്ന ഒരു നേതാവിന്നെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്കിട്. മദീനത്തെ മക്കക്ക് പണ്ട് അബവ എന്ന പക്കത്തിലായിട്ടിക്കിട് അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മ വഫാത്തായത്. അങ്ങനെ നാ ചെന്നോണ്ടുള്ളത് വലിയ ഒരു പരീക്ഷണയിൽ വളർന്നെങ്കിലും പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ല പറഞ്ഞത്, അപ്പൊ റഹ്മത്ത് ചെന്നെങ്കിൽ പരീക്ഷണത്തില വിഷമത്തില ത്യാഗത്തിൽ ഇന്നത് റഹ്മത്ത് കുറൂടിയാവിടുണ്ട് അർത്ഥമല്ല. അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് അള്ളാഹിന്റെ റസൂല് വലിയ റഹ്മത്തായിട്ടിക്കിട്. ആ റഹ്മത്ത് ചെന്നത് ഒരു ചെറിയ ഉദാഹരണ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എവിടത്തോളം ചെന്നെങ്കിൽ അള്ളാഹിന്റെ റസൂല് ഒരു യതീം കിടാവിടെ കാണുമ്പോ ആ കിടാവുടട്ടെ കാട്ടിയ റഹ്മത്ത് എന്തിനു കൊണ്ടുണ്ടാ? ആ കിടാവ് വെച്ച പേരെന്തിനു കൊണ്ടുണ്ടാ? യതീം. യതീം ചെന്ന അർത്ഥേന്ദ്രം കൊണ്ടുണ്ടാ? എനിക്ക് യതീം ചെന്നെങ്കിൽ അർത്ഥേന്ദ്രം കൊണ്ടുണ്ടാ? ആർക്കെങ്കിലും കൊണ്ടുവന്നു ഈ കൂട്ടത്തില്? യതീം ചെന്നെങ്കിൽ അർത്ഥേന്ദ്രം കൊണ്ടുണ്ടാ? ഒരു അബ്ബവും ഉമ്മയും നഷ്ടപ്പെട്ടു പോയ ഒരു കിടാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊടുത്ത വിറുദേന്ദ്രം കൊണ്ടുണ്ട? ചെറിയ വിറുദല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
ആ കിടാവ് കൊടുത്ത വിറുത യത്തീമു ചെന്നെങ്കിൽ ഒറ്റ മുത്തു. വേറെ ലോകത്ത് അങ്ങനത്തെ മുത്തില്ല. ഒരു മുത്തുടെ പേരായിട്ട് കിട ഒറ്റ മുത്ത്. ആ മുത്തുകൊണ്ട് പേര് വെച്ചത് ആർക്കുണ്ടാ? ഉമ്മ ഇല്ലാണ്ട് ബാപ്പ ഇല്ലാണ്ട് ഈ ദുനിയാവിൽ ജീവിക്കിട ഒരു കിടാവുകൂ ലോക നേതാവ് പേച്ച പേരെന്തിരുകൊണ്ടുണ്ട യത്തീം. നാ നീട്ടിപ്പൽക്ക പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു പക്കത്തിൽ ഇങ്ങനെ ഒരു നാൾ നടന്നുകൊണ്ട് പോകുമ്പോ അല്ലാ ചെറിയ ചെറിയ മക്ക നല്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് ആ മക്കതാ കളിച്ചോണ്ടു ചിരിച്ചോണ്ടുണ്ടു. ആ മക്കളെ ഓപ്പോസിറ്റിൽ ഒരു ഭാഗത്ത് ഒരു ചെറിയ കിടാവു അല്ലാ കീറിയ ഡ്രസ്സ് ധരിച്ചിട്ട് വല്ലാത്ത സങ്കടത്തിൽ ഉൾപ്പിട്ടോണ്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ കിടാവിടെ മുട്ട പോയിട്ട് കേക്കിട്, മോനെ അങ്ങെല്ലാരും നല്ല സന്തോഷത്തില് നല്ല റാഹത്തില് കളിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോ നീനെന്തിരേക്ക് ഉൾപ്പെടുക? നീനെന്തിരേക്ക് വലിയ ബേജാറുള്ളത്? അപ്പളായിട്ട് കിടാവു ചെല്ലത്, യാ റസൂലല്ലാഹ്, നന്റെ ബാപ്പ മൗത്തായി പോയിട്ട് നന്റെ ഉമ്മ മൗത്തായി പോയിട്ട് അല്ലാ നന്റെ ബാപ്പ ഇല്ലാത്ത കാരണം കൊണ്ടു നക്കൊരു പുതിയ ചട്ട ഇടുക ഇണ്ടത്തെ നാൾ ആവില്ല, നക്കൊരു പുതിയ ഡ്രസ്സ് ധരിക്കുക. ബാപ്പ ഇന്ന ഉമ്മ ഇന്ന മക്ക നല്ല നല്ല ഡ്രസ്സ് ധരിച്ചിട്ടങ്ങ് കളിക്കുമ്പോ നന്റെ ബാപ്പയുടെ നക്ക് നനപ്പായി പോയിട്ട് അല്ലാ ഈ ശബ്ദം അങ്ങ കിടാവിടെ കയ്യിൽ കേൾക്കുമ്പോ അതായിട്ട് കിടവമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിടാവിടെ താങ്ങി പിടിച്ചിട്ട് എവിടേക്ക് പോയ കൊണ്ടുണ്ട ഇലാ ഹളറത്തി ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുട്ട പോയി ചെല്ല്, യാ ആയിഷ, ഇത് ഞങ്ങളെ കിടാവായിട്ട് കിട്. ഈ കിടാവ് നല്ല ഡ്രസ് ധരിക്കണോ, ഈ കിടാവിടെ നീ നല്ല നോക്കണോ. അങ്ങനെ ചുരുക്കത്തിൽ ചെല്ലെങ്കിൽ അല്ലാ ചില ചില്ലറ നാല് കഴിഞ്ഞൽ പിന്നെ ആ കിടാവിടെ വിളിച്ചിട്ട് കേക്കിട്, മോനെ ഇപ്പൊ നിക്ക് റാഹത്തുണ്ടാ, നിക്കിപ്പ മനസ്സിക്ക് സമാധാനം ഉണ്ടാ. അപ്പലായിട്ട് കിടാവു ചെന്ന പലക്കെന്തിരെ കൊണ്ടുണ്ടാ, വലക്കത് റഹൈതു അബൻ ഖൈറൻ മിൻ അബീ വ ഉമ്മൻ അക്റമു മിൻ ഉമ്മീ യാ റസൂലല്ലാഹ്, നന്റെ ഒറിജിനൽ അബ്ബടേക്കാൾ വലിയ ഒരു പിരുസത്തിൽ പോറ്റി വളർത്തിയ അബ്ബ ഇങ്ങനത്തെ ഒരു അബ്ബടെ നാണ് കണ്ടിട്ടില്ല. അതായിട്ട് കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതല്ലേ റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഞങ്ങളെല്ലാം പാടുന്നത് അന്ത ഉമ്മുൻ അംഅബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീൽ അബ്തായി വൽ ഹബീബിൽ അറബി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതായിട്ട് കിട റഹ്മത്ത് ചെന്നെങ്കിൽ അതിലൊരു ചെറിയ അണുമണി തൂക്ക റഹ്മത്തിന്റെ ഒരു ഭാഗമായിട്ട് കിടന്നാ ചെല്ലത്. അങ്ങനെ ലോകത്തിന് റഹ്മത്തായിട്ട് അത് മനുഷ്യവർഗല്ല, ജിന്നവർഗല്ല, മൃഗങ്ങളടക്കം എവിടത്തോളം ചെന്നെങ്കിൽ നിന്റെ ഔത്തുള്ളൊരു പയ്യുന്നെങ്കിൽ ആ പൈയുടെ പാല് കറക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് കണ്ടില്ലേ?
ആ പൈരെ പാല് കറക്കുമ്പോ നിന്റെ കയ്യിൽ ഊറിക്കോ കുതിര, നിന്റെ കയ്യിൽ ഊറിക്കോ കുതിര. കാരണം എന്തിരീ? നീ പാല് കറക്കിട ടൈമുള്ളൂ ആ ഉകുറങ്ങും പാലിന്റെ പൈയുടെ മുലകങ്ങ് തറച്ചു പോയെങ്കിൽ അത് വലിയ ബേജാറായി പോകും. അതായിട്ട് കിട റഹ്മത്ത്. ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലുടെ റഹ്മത്ത് അങ്ങനെ ആയിട്ട് കിടി. അങ്ങനെ ഏത് വിഷയത്തിലെടുത്തെങ്കിലും നബി തങ്ങളുടെ റഹ്മത്ത് കൊണ്ടായിട്ട് കിടി ഞങ്ങളുടെ ജീവിച്ചുകൊണ്ടുള്ളത്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം പിരിസബിക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ചെമ്മവാള് ചെല്ലുമ്പോലൊന്നും ഇല്ല. ഞാൻ നിങ്ങളെ കാര്യക്രമത്തെ ഒരു മര്യാദ ഒരു പാട്ടി ചെന്നിട്ടായിട്ട് ഇവിടെ എത്തിയത്. 2:30 ഗಂಟೆಗೆ ಶಿವಮೊಗ್ಗത്ത് ಕಾರ್ಯಕ್ರಮ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നിങ്ങളൊരു കൃത്യസന്നാന ചെമ്മ വർഷം നിന്റെ രായ എന്നൊക്കെന്തോ ഇത്തരം ഒരു അഗത്യത്തിലൊന്നും തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തില്ല. പക്ഷെ ഞാൻ ചെമ്മ നിന്റെ രായ വലിയ ബാന്ധവ്യമുള്ള ഒരാളും ഇല്ലെങ്കിൽ വലിയ ബേജാറായി പോകുന്ന നിലക്ക് കണക്കിലെടുത്തിട്ട് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് ഊടായിട്ടിക്കരുത്. കാരണം അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ടൈം മയ്യാവില്ലേ ആ നിലക്ക്. അപ്പം വലിയൊരു ക്ഷീണത്തിലെല്ലാം ഉണ്ട്. ആഫിയത്ത് ആരോഗ്യം അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പലക്ക നാ നിപ്പാറ്റിക്കൊണ്ടുള്ള ഈ കാര്യക്രമത്തിന് ചെമ്മ ആൽമാർ സഹായിച്ചങ്ങ് സഹകരിച്ചങ്ങുണ്ട്. ദ്വാർക്ക് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും. അതുപോലെ ഗൾഫ് നാടുകളിൽ ഞങ്ങളെ മക്കൾ കുടുംബ ഈ റായത്തെ ചില ബാലക്കാരല്ല ചെമ്മ ഞങ്ങളെ പള്ളി, ഞങ്ങളെ ദർസ്, ഞങ്ങളെ മഹല്, ഞങ്ങളെ ജമാഅത്തും ചെന്നിട്ട് 100 കണക്കിൽ ഞങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും അതെല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ജമാഅത്തിനെ പരിഗണിച്ചിട്ട് ഞങ്ങൾ റായത്തെ പരിഗണിച്ചിട്ട് വലിയ ഒരു നിലക്ക് സഹകരിക്കയുടെ ആൽമാർ മുഅ്മിനീങ്ങൾ ഗൾഫ് റായത്തുമുണ്ട്. അള്ളാഹു അങ്ങനെല്ലാവർക്കും ഖൈറിൻ്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ദുആർക്ക് പോണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലൂർ. കാരണം ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ വിഷമങ്ങൾ, ബേജാറുകൾ എല്ലാം ഒന്ന് തീർന്നു കിട്ടണമെങ്കിൽ അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദസ്കത്തിട്ടോണു. അപ്പോൾ ദസ്കത്തിടണമെങ്കിൽ ആ നബി തങ്ങളെ തവസ്സുൽ ചെയ്ത് ഞങ്ങൾക്ക് ദുആർക്കണു. അള്ളാഹു ഞങ്ങളെ ദുആയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.